നമസ്കാരം. ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് കളിക്കാനിറങ്ങുകയാണ്. ഇന്ന് രാത്രിയാണ് മത്സരം. നമുക്ക് ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 ടൈം സോൺ ഡിഫറൻസ് കാരണം നമ്മുടെ സമയം അങ്ങനെയാണ് വരുന്നത്. ആരൊക്കെ അർജന്റീനയുടെ ആദ്യ ലെവലിൽ ഉണ്ടാകും, ആരാധകർ ആകാംക്ഷയോടുകൂടി നോക്കുന്ന കാര്യമാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ലയണൽ സ്കലോനി എന്തു പറഞ്ഞു, അർജന്റീനയുടെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് എന്ത് വിവരങ്ങളാണ് പുറത്തു വരുന്നത്, നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെ എന്നുള്ള ചോദ്യത്തിന് സ്കലോനി പറഞ്ഞ മറുപടി, ടീമിൻ്റെ കാര്യത്തിൽ ബിഎൽസി ഇന്നലെ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ ഇതുവരെ താരങ്ങളോട് ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല, ആഫ്റ്റർനൂൺ ട്രെയിനിങ്ങിന് ശേഷം പറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇന്നലെ പ്രസ് കോൺഫറൻസിന് സമയത്ത് താരങ്ങളോട് ആരൊക്കെയാണ് സ്റ്റാർട്ടിംഗ് ഇലവൻ എന്ന് പറഞ്ഞിട്ടില്ല, ഇനി ഒരു ട്രെയിനിങ് സെഷൻ കൊണ്ട് അതിന് ശേഷം പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതേസമയം എമിലിയാനോ മാർട്ടിനസ് അവൈലബിൾ ആണ്. അത് അക്കാര്യം ഇന്നലെ തന്നെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്ഥിരീകരിച്ചു. എമിലിയാനോ ഈസ് ഫൈൻ ആൻഡ് അവൈലബിൾ ഫോർ ടുമാറോ, ഐ തിങ്ക് ഹി വിൽ പ്ലേ എന്നാണ് കോച്ച് പറഞ്ഞത്. അതേസമയം നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുടെ കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ല. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ടീമിനൊപ്പം ട്രെയിനിങ് തുടങ്ങും എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാഗ്ലിയാഫിക്കോ ഉണ്ടാവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും 11? കാരണം ടാഗ്ലിയാഫിക്കോ ഇല്ലെങ്കിൽ ആരാണ് ലെഫ്റ്റ് ബാക്കിൽ ഉണ്ടാവുക എന്നുള്ള സംശയമുണ്ട്. അതിൽ ചെറിയ കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നു എന്നാണ് TYC സ്പോർട്സിൻ്റെ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഫെക്കുണ്ടോ മെദീന അദ്ദേഹം ഒറിജിനലി സെൻറ്റർ ബാക്കാണ്, ഒരു പക്ഷേ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചേക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് സെൻറ്റർ ബാക്ക് റോളിലുണ്ടാവും. അതല്ലെങ്കിൽ ലിസാൻഡ്രോ ലെഫ്റ്റ് ബാക്കിൽ കളിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്ന് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. നിക്കോളാസ് ഓട്ടാമെൻഡിയും ലിസാൻഡ്രോ മാർട്ടിനസും ഒരുമിച്ച് സെൻറ്റർ ബാക്ക് റോളിൽ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ക്യൂട്ടി റൊമേറോ പരിക്കിൽ നിന്ന് മാറി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് ചോദ്യം. സോ അപ്പം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹവും നിക്കോളാസ് ഓട്ടാമെൻഡിയും കൂടി സെൻറ്റർ ബാക്ക് റോളിലോ, അദ്ദേഹവും ലിസാൻഡ്രോ മാർട്ടിനസും കൂടി സെൻറ്റർ ബാക്ക് റോളിലോ വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, ലിസാൻഡ്രോ വരികയാണെങ്കിൽ പിന്നെ ലെഫ്റ്റ് ബാക്കിൽ ഫെക്കുണ്ടോ മെദീനയായിരിക്കും. അതല്ല, ക്രിസ്ത്യൻ റൊമേറോയും നിക്കോളാസ് ഓട്ടാമെൻഡിയും കൂടി സെൻറ്റർ ബാക്ക് റോളിലാണെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും കളിക്കും എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവരുടെ മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൂലിയൻ ആൽവാരസ് ഇപ്പം ഫൈനാണ്, ഫിറ്റാണ് എന്നാണ് കോച്ച് ഇന്നലെ പറഞ്ഞത്. ആംഗിളിന് പരിക്കുണ്ടായിരുന്നു, അദ്ദേഹം ഫിറ്റായിട്ടുണ്ടെന്ന് പറയുന്നു. അതേസമയം ട്രെയിനിങ്ങിലൊക്കെ ലൗട്ട്രോക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെയും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഹൂലിയൻ ആൽവാരസ് ഒരു ലൗട്ട്രോ എന്നുള്ളത് കോച്ച് ഫൈനൽ തീരുമാനം എന്താവുന്നുള്ളത് ലൈനപ്പ് വരുമ്പോഴേ പറയാൻ പറ്റൂ എന്ന് TYC സ്പോർട്സ് പറയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. TYC നൽകുന്ന പ്രോബബിൾ ലൈനപ്പ്: ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിൽ നാഹുവൽ മൊളീന റൈറ്റ് ബാക്ക് പോസ്റ്റിൽ ഉണ്ടാവും. ദെൻ ക്രിസ്ത്യൻ റൊമേറോ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നിക്കോളാസ് ഓട്ടാമെൻഡി, അതല്ലെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ്. അവിടെയാണ് കൺഫ്യൂഷൻ. ദെൻ ലെഫ്റ്റ് ബാങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിൽ ഫെക്കുണ്ടോ മെദീന ഓർ ലിസാൻഡ്രോ മാർട്ടിനസ്. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു, വീണ്ടും ഞാൻ ഇനി അതിങ്ങനെ എടുത്ത് പറയുന്നില്ല. ദെൻ മധ്യനിരയിലേക്ക് റോഡ്രിഗോ ഡിബോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ ആൻഡ് തിയാഗോ അൽമെയ്ഡ. മുന്നേറ്റത്തിൽ ലയണൽ മെസ്സി, ഹൂലിയൻ അൽവാരസ്. ഇനി അൽവാരസ് അല്ലെങ്കിൽ ലൗട്രോ മാർട്ടിനസ്. ഇതാണ് അർജന്റീനയുടെ പ്ലേയിങ് 11 സാധ്യത 11 എന്ന് ഇപ്പോൾ TYC സ്പോർട്സ് പറഞ്ഞു. എന്തായാലും മികച്ചൊരു പ്രകടനം നടത്തിക്കൊണ്ട് അർജന്റീന കിടിലൻ തുടക്കമിടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആദ്യ കളി തോറ്റാണ് അവർ തുടങ്ങി, എന്നിട്ട് അവർ കിരീടത്തിലേക്ക് പോയത്. അപ്പോൾ കോച്ചിൽ അത് പറയുന്നുണ്ട്, ഇത് വേൾഡ് കപ്പാണ്, ഒരു ഈസി മാച്ചുമില്ല. നമ്മൾ കണ്ടതല്ലേ, കേപ്പ് വെർദെ സ്പെയിനെ പൂട്ടിയത് നമ്മൾ കണ്ടതാണ്. വേണ്ട, ഞങ്ങൾ തന്നെ കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ചെറിയ ടീമുകളോട് ബുദ്ധിമുട്ടിയത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, നോ ഈസി ഓപ്പണൻസ് എന്നുകൂടി സ്കലോനി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഡ്രാഫ്റ്റ് ടോക്സിൽ എത്താം.